ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മന്തി റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മന്തി തയ്യാറാക്കുമ്പോൾ അധികവും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. ഇത് 900 ഗ്രാമിൻ്റെ ചിക്കനാണ്. ഇവിടെ ഇതിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. നമ്മൾ മസാല പുരട്ടുമ്പോൾ ചിക്കൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലെ മസാലയ്ക്ക് വേണ്ടി ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒലീവ് ഓയിലിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ചിക്കൻ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ 1 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ എത്ര മണിക്കൂർ വെക്കുന്നോ അത്രയും ചിക്കനിലേക്ക് മസാല പിടിക്കും. 4 മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ മസാല തേച്ച് വെക്കുകയാണെങ്കിൽ ചിക്കനിൽ നല്ല പോലെ മസാലയുടെ ഫ്ലേവറൊക്കെ വരും. മന്തിയുടെ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കപ്പ് സെല്ല റൈസ്, ബസ്മതി സെല്ല റൈസ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അരമണിക്കൂറെങ്കിലും നമ്മളിതിങ്ങനെ വെക്കണം. ഇനി നമ്മൾ മന്തി തയ്യാറാക്കിയെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. ചിക്കൻ സ്റ്റീം ചെയ്തിട്ടാണ് നമ്മൾ ഈ മന്തി തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാം. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, ബേ ലീവ്സ് എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് ഇവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. 2-3 പച്ചമുളക് കൂടി ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കണം. 2 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് നമുക്ക് അരി വറുത്തെടുക്കാം. അരിയിലെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ. 3/4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചിക്കനിൽ നിന്നും ഇറങ്ങുന്ന വെള്ളവും ഉണ്ടാവും. സെല്ല റൈസ് ആയതുകൊണ്ടാണ് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിന് സാധാരണ ബസ്മതി റൈസിനേക്കാൾ കുറച്ചധികം വേവുണ്ട്. പെട്ടെന്ന് വേവുന്ന റൈസൊക്കെ ആണെങ്കിൽ 3.5 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇതുപോലത്തെ സ്റ്റീം ചെയ്തെടുക്കുന്ന പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുക്കണം. ഇതിന് മുകളിലായിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം. 5 മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. ഇത് സ്റ്റീലിൻ്റെ അധികം കട്ടിയില്ലാത്ത പാത്രമായിരിക്കും. അപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 25 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി ചിക്കൻ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 1 കിലോൻ്റെ താഴെ വരുന്ന ചിക്കനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ വെയിറ്റിനനുസരിച്ച് അതിൻ്റെ കുക്കിംഗ് ടൈം ഒന്ന് കൂട്ടുക. 25 മിനിറ്റ് ഉള്ളത് ഒരു 35-40 മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ. നമ്മുടെ റൈസും നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ഇതുപോലെ വേണമെങ്കിലും കഴിക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മന്തിയിലെ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ചിക്കൻ ഒരു പുഴുങ്ങിയ ടേസ്റ്റ് ആയിരിക്കും. ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഫുഡ് കളറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമില്ല. റൈസിൽ ചെറുതായിട്ടൊന്ന് വെള്ളം പോലെ കാണും, അത് കുഴപ്പമില്ല. നമ്മൾ ഇതിന് 2-3 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കും. ഇനി ചിക്കൻ നമുക്ക് റൈസിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് പുകപ്പിച്ചെടുക്കണം. ഇത് മസ്റ്റായിട്ടും ചെയ്യണം, എങ്കിലേ നമുക്ക് മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. തീ ഓഫ് ചെയ്തതിന് ശേഷം അത് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ചൂട് കാരണം പിന്നെയും അത് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ റൈസൊക്കെ കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റ് ആയിരിക്കും. ചിക്കൻ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒരുപാടൊന്നും നമുക്ക് വെക്കാൻ കഴിയില്ല, കാരണം പാത്രം ചെറുതായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി വലിയ ചെമ്പിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഹോളുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് 2-3 ചിക്കനൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.